Hi, hello, welcome to once. So, workshop instructor grade 2 demonstrator notification already PSC put on ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര വേക്കൻസീസ് ഉണ്ട്, ഇതിൻ്റെ സാലറി പാക്കേജ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള കുറേ ഡൗട്ട്സ് സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ വൺസിൽ എന്താ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ ഒരു കാറ്റഗറി നമ്പർ 678/2022 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയാൻ നേരത്ത് DTEയുടെ അണ്ടറിൽ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അല്ലെ പോളിടെക്നിക് കോളേജുകൾക്ക് ഉള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. അവിടത്തേക്കുള്ള വർക്ക്ഷോപ്പിലേക്കുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് പോളിടെക്നിക് ലെക്ചർ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. അപ്പോൾ ബേസിക്കലി ഇലക്ട്രിക്കലുകാർക്ക് ഡിപ്ലോമ ഇല്ല ബിടെക്കുകാർക്ക് എന്താ ഉള്ള വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ബേസിക്കലി കാറ്റഗറി നമ്പർ എന്ന് പറയുന്ന നേരത്ത് എന്താ 678/2022 ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് DTE ആണ്. അപ്പോൾ നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയാൻ നേരത്ത് എന്താ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് എന്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിലെ കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താ 678/2022 ആണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇല്ലെങ്കിൽ ബിടെക് ആണ് വേണ്ടത്. ഇനി സ്കെയിൽ ഓഫ് പേ നമ്മൾ നോക്കാൻ നേരത്ത് എന്താ 41,300 to 87,000. അപ്പോൾ 41.3K എന്ന് പറയുന്ന നേരത്തെ ഒരു ബേസിക് പേ ആണ്. അതിൻ്റെ ഒപ്പം അലവൻസും ബാക്കി കാര്യങ്ങളും വരുമ്പോൾ നല്ലൊരു സാലറി തന്നെ എന്താണ് ഇനീഷ്യലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഓക്കെ, ഇനി വേക്കൻസി എന്ന് പറയുന്ന നേരത്ത് എന്താ അറൗണ്ട് ഒരു 31 വേക്കൻസി. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ 31 വേക്കൻസി എന്ന് പറയാൻ നേരത്തെ അതൊരു വലിയ അല്ലേ നല്ലൊരു കൗണ്ട് ആ 31 വേക്കൻസി എന്ന് പറയുന്നത്. കാരണം ഇനി ഇത് എക്സാം വന്ന് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ നേരത്തെ തന്നെ നല്ലൊരു കൗണ്ട് അല്ലെ ഒരു 60 ആ ഒരു റേഞ്ചിലേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ബെസ്റ്റ് വേക്കൻസി ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ലൊരു സാലറി ഉണ്ട്. അപ്പോൾ KCB സബ് എഞ്ചിനീയർ, ഓവർസിയർ, പോളിടെക്നിക് ലെക്ചറിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടല്ലേ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് എന്താ കൺഫേം ആയിട്ട് ലോക്ക് ചെയ്യാം. നല്ലൊരു പ്രിപ്പറേഷൻ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്താ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് നോക്കാൻ നേരത്ത് അറൗണ്ട് ഒരു 18 വയസ്സ് തൊട്ട് 36 വയസ്സ് 18 to 36 ആണ് എന്ത് ഏജ് ലിമിറ്റ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് എന്താണ് 2/1/1986 21/1986 ടു എന്താ 1/1/2004 ജനിച്ചവർക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിൽ എന്താ അപ്ലൈ ചെയ്യാം. ക്ലിയർ? സോ ഇതാണ് എന്ത് അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്ന കേസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ എന്താ SC ST OBC ഒക്കെ വന്നവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലാക്സേഷൻസ് ഉണ്ട്. അതേപോലെ ഓഫീസേഴ്സ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും എന്താ ഒരു 10 ഇയേഴ്സ് വരെ അല്ലേ മാക്സിമം പീരീഡ് അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലേ 50 ഇയേഴ്സ് വരെയൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്താ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ അല്ലേ നിങ്ങൾ മെയിൻലി നോക്കേണ്ടതെന്ന് പറയുന്നത് എന്താ 18 to 86 18 തൊട്ട് 36 അതിൻ്റെ ഇടയിലാണോ എന്ന് നോക്കുക. അതിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ബാക്കി കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിലാക്സേഷൻസും അവൈലബിൾ ആണ്. ഇനി അടുത്താണ് എന്ത് ക്വാളിഫിക്കേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അതിൽ നിങ്ങൾക്ക് എന്താ ഡിപ്ലോമ ഇല്ലേ എഞ്ചിനീയറിംഗ് കറസ്പോണ്ടിങ് ബ്രാഞ്ചിൽ എന്താ ഡിഗ്രി വേണം. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടല്ലേ പല പല കോഴ്സുകളുണ്ട് ഇക്വലൻ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കാൻ നേരത്ത് ഗവൺമെൻറ് ഓർഡേഴ്സിലെ ഇക്വലൻറ്റിലെ ഹയർ ക്വാളിഫിക്കേഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടി കാണിക്കണം അല്ലേ. ഇക്വലൻ്റ് ആണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ ഇല്ലെങ്കിൽ എന്താ ബിടെക് ആണ് വേണ്ടത്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഷോ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആ കറസ്പോണ്ടിങ് അല്ലെ കമ്മീഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് കാണിക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? സോ അതാണ് എന്ത് ക്വാളിഫിക്കേഷനിൽ വരുന്നത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ ബേസിക്കലി എല്ലാവർക്കും അറിയാം PSC അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം പിന്നെ എന്താണ് ഒരു 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്ത പുതിയ സ്റ്റുഡൻസ് ഒക്കെ അല്ലേ ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. www.kerala.psc.gov.in ഈ ഒരു സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഈ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്തിട്ട് എന്താണ് അപ്ലൈ നൗ ബട്ടൺ എന്താ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അത്ര സിമ്പിളാണ്. ഇനി ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാത്തവർ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി അതേപോലെ തന്നെ OMR എക്സാംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു എക്സാം എന്താ കൺഫർമേഷൻ കൊടുക്കണം അല്ലേ. പുതിയൊരു കാര്യമാണ് കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ട് എഴുതാൻ പോകാണ്ടിരിക്കരുത്. കൺഫർമേഷൻ കൊടുത്തതിന് എന്തായാലും എഴുതാൻ പോകണം. അതിൻ്റെ ഒപ്പം തന്നെ ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി
എന്നാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ? ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കയറി അപ്ലൈ ചെയ്യുക. അവസാന ഡേറ്റ് എന്നാന്ന് നോക്കിയിരിക്കേണ്ട. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താ 1/2/2023 വെനസ്ഡേ ആണ് എന്ത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തായാലും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ www.keralapsc.gov.in. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സിൻ്റെ അല്ലേ PSC പുട്ട് ഡൗൺ ചെയ്ത ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളെല്ലാം നോക്കി. എത്ര വേക്കൻസി, എത്ര സാലറി, കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു എക്സാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ലൊരു വേക്കൻസി ഉണ്ട്, നല്ലൊരു ബേസിക് പേ ഉണ്ട് അല്ലേ? നിങ്ങൾ ഇപ്പം തന്നെ സബ് ഓവർസിയറിൻ്റെ എക്സാം കഴിഞ്ഞു, സബിൻ്റെ എക്സാം വരുന്നു അല്ലേ? സബിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് ടച്ച് ഉണ്ട്. ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന നേരത്ത് ഈ ഒരു എക്സാംസ് അടുപ്പിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടച്ച് കൂടി വരുന്നു. ഒരുപാട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഒരു എക്സാം അല്ലെ പോളിടെക്നിക് ലെക്ചറിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു എക്സാമിനും കൂടി അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ചുമ്മാ എന്തെങ്കിലും അവിടെ നിന്ന് വിടുന്നതല്ല. നമ്മുടെ വൺസിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആണ്. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് വൺസ് നിങ്ങളുടെ മുമ്പിൽ പുട്ട് ഓൺ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കോഴ്സിൽ വരുന്നതെന്ന് പറയുന്നത് സ്മാർട്ട് ക്ലാസ് വീഡിയോസ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ആണ്. സ്മാർട്ട് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സ്റ്റാഫ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ കാണുന്നതാണ് അല്ലേ? അങ്ങനത്തെ നിങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാം. അതിനുള്ള AYD ആസ്ക് യുവർ ഡൗട്ട് ഫീച്ചർ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാം. കറസ്പോണ്ടിങ് മെൻറ്റേഴ്സ് അതിനുള്ള റിപ്ലൈ തരും. അതാണ് സ്മാർട്ട് ക്ലാസ് വീഡിയോസ് തന്നെ. രണ്ടാമത്തെ കാര്യമാണ് ഈ മെറ്റീരിയൽസ് അല്ലേ? എല്ലാ സബ്ജക്ട്സിൻ്റെയും PDF നോട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അങ്ങനെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. തേർഡ് തിങ് ആണ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് അല്ലേ? ഏതൊരു എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഒരു ടെസ്റ്റ് സീരീസ് മസ്റ്റായിട്ട് എഴുതണം. എന്നാലും നമ്മൾ എന്തുമാത്രം പ്രിപ്പയർ ആയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് ടോപ്പിക് വൈസ് ടെസ്റ്റുകളുണ്ട്, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകളുണ്ട്, ഫുൾ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ആൻഡ് ഫൈനലി ഡൗട്ട് ക്ലിയറൻസ് 24/7 വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. കറസ്പോണ്ടിങ് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അതും ഏറ്റവും റെഡ്യൂസ് ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കറസ്പോണ്ടിങ് സ്റ്റാഫ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ ആവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് വൺസിൽ പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ എന്ത് ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു സെഷനിൽ കാണാം. സോ പ്രിപ്പയർ സ്മാർട്ട് വിത്ത് വൺസ് ടു ബി എ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. താങ്ക് യു.